അപ്പൊ അതുപോലെയാണ് ഗ്യാപ്പ് ഇല്ലാതെ വരുമ്പോ. മറ്റത് നമ്മൾ അടിയിൽ നിന്ന് നല്ലോണം വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണില്ല, കുറച്ച് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വരുന്നത്. ഇപ്പൊ 3 ഇട്ടു, അതിനുശേഷം നല്ലോണം വലിച്ച് അഡ്ജസ്റ്റ് ചെയ്താല് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ പറ്റും. ഒരു ബീഡ് ഇട്ടിട്ടാണെങ്കിലും ശരി, നല്ലോണം അടിയിൽ വലിച്ചിട്ട് ആ ഒരു ബീഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അടുത്ത ചെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അധികം ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. മറ്റത് ഗ്യാപ്പ് വരും. അപ്പൊ ഇവിടെ ഞാൻ 2 ബീഡ് ഇട്ട്, അതിനുശേഷം നമ്മൾ അധികം വലിച്ചേണ്ട, ഈ ഒരു ഇത് ലൂസായിട്ട് നിൽക്കും. അങ്ങനെ നിന്നിട്ടാണ് നിങ്ങൾ അത്ര വലിക്കാതെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും. ഇനി നമ്മൾ 2 ബീഡ് കൂടി ഇട്ടാൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. കണ്ടോ കണ്ടോ അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ല. അപ്പൊ അവിടെ ലൂസായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ അടുപ്പിച്ചിട്ട് ഇപ്പൊ 3 ബീഡ് ഇട്ടു, അതിനുശേഷം നല്ലോണം വലിച്ച്, കണ്ട ഈ ഒരു ത്രെഡ് ലൂസായിട്ടല്ല നിൽക്കണം, ഈ ത്രെഡ് നല്ലോണം ടൈറ്റ് ആയിട്ടാണ്. കാരണം ഞാനിവിടെ അടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്, കണ്ടോ വലിച്ച് പിടിച്ചിട്ടുണ്ട്. നല്ലോണം വലിച്ച് പിടിച്ചിട്ടാണ് ഞാനിവിടെ അടുത്ത ചെയിൻ എടുക്കുന്നത്. അപ്പൊ അവിടെ ഇനി നമ്മൾ 2 ബീഡും കൂടി ഇട്ട് കൊടുക്കുമ്പോ അവിടെ എന്തായിരിക്കും, ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടും. കണ്ടോ അപ്പൊ അവിടെ നമുക്ക് ഗ്യാപ്പ് വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ലൂസായിട്ട് നിൽക്കുമ്പോൾ ഗ്യാപ്പ് വരും. അതായത് നമ്മൾ ചെയിൻ ബീഡ് ഇട്ട് ഈ ബീഡ് ഇട്ടിട്ട് നല്ലോണം ആ ബീഡിന്റെ അടുത്തേക്ക് വരണം, അടുത്തേക്ക് നമ്മളെ ഈ ഒരു നീഡില് ടൈറ്റ് ആയിട്ട് നിൽക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ വേണം നിങ്ങൾ അടുത്ത ചെയിൻ എടുക്കാൻ. അപ്പൊ നിങ്ങൾ ആദ്യം വിട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അത് നന്നായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയതിനു ശേഷം അടുപ്പിച്ചിട്ട് ചെയ്യാം. ഇതിന് നന്നായിട്ട് പ്രാക്ടീസ് ആണ് വേണ്ടത്. നമ്മൾ ആര്യ വർക്കിന് മെയിൻ ആയിട്ട് പ്രാക്ടീസ് ആണ് വേണ്ടത്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അടുപ്പിച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചെയിന് നല്ലോണം ടൈറ്റ് ആക്കി പിടിച്ചിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിട്ടിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. വിട്ടിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് പിന്നെ ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ നിങ്ങൾ 2-3 ലൈന് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഷുഗർ ബീഡ് ഇട്ടിട്ട് ഒന്ന് റെഡി ആയി കിട്ടും. അതിനുശേഷം നിങ്ങൾ ഗ്യാപ്പ് ഇല്ലാതെ പിന്നെ അടുപ്പിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പറ്റും കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പിക്ചറിലേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഞാനിതാ ഇവിടെ ഒരു പിക്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പിക്ചർ ചെയ്തിട്ട് ഇത് ഇത്രത്തോളം ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ലീഫും കൂടിയാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ചെയിൻ എടുത്തു. ഓക്കെ, ഞാനിവിടെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നീഡിലിൽ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം. മൂന്ന് ബീഡ് ഇട്ട് കൊടുത്തു, നല്ലോണം ടൈറ്റ് ആക്കി പിടിച്ചു. അതിനുശേഷം അടുത്ത ചെയിൻ എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ടൈറ്റ് ആക്കി പിടിക്കുമ്പോൾ ആ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ചെയ്യുമ്പോൾ. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് നിങ്ങൾ ഒരു ലൈനിൽ തന്നെ വിട്ടിട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ആണ് മെയിനായിട്ട് നമുക്ക് ഈ ആര്യ വർക്കിന് വേണ്ടത്. അത് നമ്മൾ ചെയിൻ സ്റ്റിച്ചും ഷുഗർ ബീഡ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ആദ്യം നന്നായി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. പെയ്ഡഡ് ക്ലാസ്സിൽ പഠിക്കാൻ താല്പര്യമുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാന്നൊക്കെ നമ്മളെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പപ്പോ അത് ക്ലിയർ ആക്കിയിട്ട് പോവാ. ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്തിട്ട്, അപ്പൊ നിങ്ങൾ പിക്ചറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വിട്ടിട്ടാണ്, ഓരോ ബീഡ് ഇട്ടിട്ട് വിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. കുറച്ച് വിട്ടിട്ടും കുറച്ച് വിടാതെ ഫില്ല് ചെയ്തിട്ടും അങ്ങനെ ചെയ്യരുത്, അപ്പൊ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല വിട്ടിട്ടാണ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ ഈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫുള്ളായിട്ട് ചെയ്യണത് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ലോണം ലെങ്ത് കൂടും, നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗം മാത്രം വിട്ടിട്ട് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കാം. ഓക്കെ, ഞാനത് ക്ലിയർ ആക്കി തരുന്നുണ്ട്. അപ്പൊ ഈ ഷുഗർ ബീഡിന്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണേ. ഓക്കെ, താങ്ക് യു.